സ്തുതി. എന്നെ അനുഗമിക്കുന്നവർ ഒരിക്കലും ഇരുട്ടിൽ നടക്കുകയില്ല, അവർക്ക് ലോകത്തിൻ്റെ ജീവന്റെ പ്രകാശമുണ്ടാകും എന്ന് അരുളി ചെയ്തവനായ യേശുക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ജന്മനാ കുരുടനായ ഒരു വ്യക്തിയെ യേശുക്രിസ്തു സൗഖ്യമാക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ശിഷ്യന്മാർ യേശുക്രിസ്തുവിനോട് ചോദിക്കുന്നു, ആരുടെ പാപമൂലമാണ് ഇവൻ കുരുടനായത് എന്ന് ചോദിച്ചപ്പോൾ യേശുക്രിസ്തു പറയുന്നു, ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ അവനിൽ പ്രകടമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവനെ കുരുടനാക്കിയത് എന്ന് തന്നെയാണ്. നാം ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ദർശിക്കുന്ന പ്രശ്നങ്ങളായാലും സഹനങ്ങളായാലും എല്ലാം ഒന്നിൻ്റെയും അവസാനമല്ല, മറിച്ച് വരുവാനുള്ള ആ നല്ല നാളേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കങ്ങൾ മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ആ ഒരുക്കങ്ങളെ പൂർണ്ണമായി ദർശിക്കുവാൻ വേണ്ടി, പൂർണ്ണമായി അഭിമുഖീകരിക്കുവാൻ വേണ്ടിയിട്ട് സങ്കീർത്തനം 119 പറയുന്നത് പോലെ തിരുവചനം എൻ്റെ കാലുകൾക്ക് വിളക്കും എൻ്റെ ഊടുവഴികൾക്ക് പ്രകാശം ആകേണ്ടത് തന്നെയാണ്. അങ്ങനെ സൗഖ്യമാക്കിയവനായ യേശുക്രിസ്തു വീണ്ടും ആ പിറവിക്കുരുടനോട് പറയുന്നു, നീ ചെന്ന് നിന്നെ തന്നെ ശുദ്ധമാക്കുക എന്ന്. ഒട്ടും മടി കൂടാതെ ഓടിച്ചെന്ന് അവനെ തന്നെ അവൻ ആ കുളത്തിൽ ശുദ്ധമാക്കുവാൻ തയ്യാറായി. വിശ്വാസം പ്രവൃത്തിയില്ലാതെ മരിച്ചു പോകുന്നു എന്ന യാക്കോബ് 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാക്യം നമുക്കെല്ലാവർക്കും ഒരു ചൂണ്ടുപലകയായിരിക്കണം. നാമും ലോകരക്ഷകനായ യേശുക്രിസ്തുവിനെ ഗൗരവപൂർവ്വം അനുസരിക്കുവാൻ തയ്യാറാകുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. അതേപോലെ തന്നെ അവന്റെ ആത്മീക ഫലങ്ങളെ അനുഭവിക്കുവാൻ തയ്യാറാകുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. അങ്ങനെയില്ല എങ്കിൽ നാമും യേശുക്രിസ്തുവിന്റെ ജനതയായി അവനിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ നന്മകൾക്കും പാത്രവാന്മാരാകുവാൻ നമ്മളെ തന്നെ ഒരുക്കുവാൻ നാം തയ്യാറാകേണ്ടത് തന്നെയാണ്. അഭിമുഖീകരിച്ചിരിക്കുന്ന പ്രശ്നങ്ങളായാലും വരുവാനുള്ള സഹനങ്ങളായാലും എല്ലാം നല്ല നാളേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കി ലോകരക്ഷകനായ നമ്മുടെ എല്ലാവരുടെയും പിതാവായ ലോകത്തിന്റെ പ്രകാശമായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ നമ്മളെല്ലാവരും തയ്യാറാകണം. അതിന് ഈ പ്രാർത്ഥനയും ഈ നോമ്പുകാലവും ഒരു സംഗതിയാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവനാമം മാത്രം ബോധ്യപ്പെടുമാറാകട്ടെ. എന്നെ കരുതിയവൻ സ്നേഹ